LDF സ്ഥാനാർത്ഥി M. സ്വരാജ് മീഡിയ വണിനോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പെരുന്നാൾ ആശംസകൾ നേരുന്നതിനൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല്, വഴിക്കടവ്, മൂത്തേടം, എടക്കര ഗ്രാമപഞ്ചായത്തുകളിലുമാണ് ഇപ്പോൾ പര്യടന പരിപാടി പൂർത്തിയായിട്ടുള്ളത്. നാളെ കരുളായിയിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നിയമസഭാ നിയോജകമണ്ഡലത്തിൻ്റെ ഏതാണ്ട് 60% ഭാഗത്തെ പൊതുപര്യടന പരിപാടികൾ പൂർത്തിയായി. ഓരോ ദിവസം കഴിയുന്തോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന അനുഭവമാണ് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഉള്ളത്. ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 1987 ദേവദാസ് പൊറ്റക്കാടാണ് അന്ന് LDF സ്ഥാനാർത്ഥി. അന്ന് ചെറിയ ക്ലാസ്സിൽ, പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അതിനുശേഷം ഈ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒഴികെ, ആ 2 തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി മറ്റൊരു മണ്ഡലത്തിലായതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടില്ല. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 91 മുതൽ തന്നെ ഒന്നുകിൽ സ്ഥാനാർത്ഥിയോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ പൈലറ്റ് വാഹനത്തിൽ സംസാരിക്കാനൊക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ അനുഭവങ്ങളെല്ലാം സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്വീകരണം വരുമ്പോൾ പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു പിന്തുണ പങ്കാളിത്തത്തിൻ്റെ രൂപത്തിൽ എല്ലായിടത്തും ദൃശ്യമാണ്.